നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂപതിവ് ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ LDF സുപ്രീം കോടതിയിലേക്ക്. രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി സമരം നടത്തും. ബിൽ ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്നാണ് ആവശ്യം. എന്തായാലും രാജ്ഭവന് മുൻപിൽ കുടിൽ കെട്ടി സമരം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഇടുക്കിയിലെ LDF നേതൃത്വം ആയിരിക്കുന്നത്. പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഡീൻ കുര്യാക്കോസ് MP അടക്കമുള്ളവർ നിയമ ഭേദഗതിയെ എതിർക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒപ്പിടുകയോ തിരിച്ചയക്കുകയോ ചെയ്യണമെന്ന് ഇവർ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ബില്ലിനെ MP അടക്കം എതിർക്കുന്നത് പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം പറ്റിയെന്ന ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ബില്ലിനെ അനുകൂലിച്ച പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ കോൺഗ്രസ് MLA-മാർ ഇവരെ തള്ളിപ്പറയാനും വെല്ലുവിളിക്കുന്നുണ്ട്. എതിർക്കുന്നവരിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ ഡീനിന്റെ B ടീം ഉണ്ടെന്നും വിമർശനം ശക്തമായി കഴിഞ്ഞു. സെപ്റ്റംബർ 14 ലെജിസ്ലേറ്റീവ് അസംബ്ലി ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയത്. സർക്കാരുമായുള്ള പോര് രൂക്ഷമായിരുന്നു. അതുകൊണ്ട് ഗവർണർ ഈ ഒരു ബില്ലിൽ മാത്രമല്ല പല ബില്ലുകളും അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല. ആ ഒപ്പിടാത്ത ബില്ലുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ബില്ലുമുണ്ട്. ഈ ബില്ലിൽ അദ്ദേഹം ഒപ്പിടാത്തതിനെതിരെ LDF രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു. എന്നിട്ടും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ രാജ്ഭവന് മുന്നിൽ കുടിൽകെട്ടി സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗവർണറുടെ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനും ഒരുങ്ങുന്നുണ്ട്. ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കിട്ടിയ പരാതികളിൽ സർക്കാർ വിശദീകരണം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഒപ്പിടാത്തതെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണർക്ക് കിട്ടുന്ന പരാതി അദ്ദേഹത്തിന്റെ സംവിധാനം ഉപയോഗിച്ചാണ് അന്വേഷിക്കേണ്ടതെന്നാണ് LDF ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ആദ്യം ഭേദഗതിയെ അനുകൂലിച്ചവർ പരിസ്ഥിതി സംഘടനകളിൽ നിന്നും പണം വാങ്ങിയാണ് ഇപ്പോൾ എതിർക്കുന്നതെന്ന നിലപാടും CPM സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം നിയമ ഭേദഗതിക്കെതിരെ UDF-ഉം സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം ഈ ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നു എന്ന ആരോപണത്തിൽ നേരത്തെ ഗവർണർ മറുപടി നൽകിയിരുന്നു. ഭൂപതിവ് ഭേദഗതി ബില്ല് സംബന്ധിച്ചിട്ടും ഒട്ടേറെ നിവേദനങ്ങൾ കിട്ടിയതായും 3 തവണ സർക്കാരിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചതായും ഗവർണർ പറഞ്ഞു. നിവേദനം നൽകിയവർക്ക് മറുപടി നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് എന്നും ഗവർണർ വ്യക്തമാക്കി. തന്നെ സമ്മർദ്ദത്തിലാക്കി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. സ്ഥാപിത താൽപര്യങ്ങൾക്ക് താൻ വഴങ്ങില്ല. നിയമപരമായി മാത്രമേ പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രതിഷേധിക്കാനായി എല്ലാവർക്കും അവകാശമുണ്ട്. ബ്ലഡി കണ്ണൂർ എന്ന് താൻ പറഞ്ഞിട്ടില്ല. ബ്ലഡി പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞത്. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് താൻ വിമർശിച്ചത് എന്നതടക്കമുള്ള ഒരു പ്രതികരണം ഗവർണർ നേരത്തെ നടത്തിയതാണ്. നമുക്കറിയാം, തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോൾ അന്ന് ജില്ലയിൽ ഹർത്താലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ബില്ലിന്റെ കാര്യത്തിൽ CPM ഗവർണർക്കെതിരെയുള്ള ആ ഒരു നീക്കങ്ങൾ ശക്തമാക്കുകയാണ്. കുടിൽകെട്ടി സമരം എന്ന രീതിയിലേക്ക് വരെ കടക്കാൻ ഒരുങ്ങുകയാണ്. ഈ ബില്ലിൽ ഗവർണർ എന്ത് തീരുമാനമെടുക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.